അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അത് RSSനെതിരെ കണ്ടു ഒന്നതാണ്. രണ്ടാമത് ADGP പണിയുന്ന വീടിനെ സംബന്ധിച്ചാണ്. മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇക്കാര്യങ്ങൾ DGPയുടെ നേതൃത്വത്തിൽ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു DGP അല്ല, 2 DGP. ഒന്ന് വിജിലൻസിൻ്റെ DGP ആണൊന്ന് അന്വേഷിക്കുന്നത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മറ്റൊന്ന് DGP ജനറൽ DGP അദ്ദേഹം അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ടീമാണ് അന്വേഷിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. ഒന്നന്വേഷിച്ചത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP ആണ്, അജിത് കുമാറാണ്. അജിത് കുമാറിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭേദഗതികൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി DGPയുടെ ഭാഗത്തുനിന്ന് വന്നു. അത് ലോ സെക്രട്ടറിക്ക് റെഫർ ചെയ്തു. ലോ സെക്രട്ടറി ഇപ്പോൾ ഒരു ശുപാർശ ഗവൺമെൻറ്റിനോട് നടത്തിയിട്ടുണ്ട്, വിശ്വാസില്ല. അതും ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ തന്നെ. അപ്പം അദ്ദേഹം ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കും ഗവൺമെൻറ് പോകുമ്പോൾ അൻവർ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മടിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായി സഹകരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. DGPയെ സംബന്ധിച്ച് ഒരാളും ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ. DGP വിജിലൻസിനെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അപ്പം എന്തിനായി പുതിയ വെളിപ്പെടുത്തൽ? പുതിയ വെളിപ്പെടുത്തലല്ല, പഴയ ആയുധങ്ങൾ അത് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. അതാണിപ്പോൾ എടുത്ത് കൊണ്ടുവന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും ശ്രദ്ധിക്കാത്ത കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ UDFും BJPയും ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതാണിപ്പോൾ അൻവർ വീണ്ടും പറയട്ടെ പൊടിമുട്ടി എടുത്തിട്ടുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.